ആഭിചാരത്തിലൂടെയും മന്ത്രവാദത്തിലൂടെയും ഷെമീനയുടെ വളർച്ച വളരെ പെട്ടെന്ന്. കൂറ്റൻ മതിൽക്കെട്ടിനുള്ളിലെ വീട്ടിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നാട്ടുകാർക്കും അറിയില്ല. തട്ടിപ്പ് നടത്തി നേടുന്ന പണം യുവതി ഉപയോഗിച്ചത് ആഡംബര ജീവിതത്തിന്. കാസർഗോഡ് പ്രവാസി വ്യവസായി പൂച്ചക്കാട് അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജിന്നുമ്മ എന്ന ഷെമീനയുടെ ജീവിതം അടിമുടി ദുരൂഹതകൾ നിറഞ്ഞത്. കാസർഗോഡ് കൂളിക്കുന്നിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഷെമീനയുടെ സാമ്പത്തിക വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ആഭിചാരത്തിലൂടെയും മന്ത്രവാദത്തിലൂടെയും മറ്റ് തട്ടിപ്പുകളിലൂടെയും നേടിയ പണമെല്ലാം ആഡംബര ജീവിതത്തിനായാണ് ഷെമീന ഉപയോഗിച്ചത്. കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും ഷെമീനയുടെ മന്ത്രവാദ തട്ടിപ്പിന് ഇരയായവർ ഏറെയുണ്ടെന്നാണ് സൂചന. ഷെമീനയുടെ പ്രദേശത്തുള്ളവർക്കും ഈ യുവതിയുടെ ജീവിതം അജ്ഞാതമാണ്. വളരെ പാവപ്പെട്ട കുടുംബത്തെ പശ്ചാത്തലത്തിൽ നിന്നും യുവതി സമ്പന്നതയിലേക്ക് കുതിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന കൂളിക്കുന്നിൽ വൻ മതിൽക്കെട്ടിനുള്ളിൽ കൂറ്റൻ വീട് നിർമ്മിച്ച് CCTV ക്യാമറകളുടെ സുരക്ഷയൊരുക്കിയാണ് ഷെമീന കഴിഞ്ഞിരുന്നത്. ഈ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നാട്ടുകാർക്ക് ഇന്നും അറിയില്ല. 2 കാറുകളും യുവതിക്കുണ്ടെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പലർക്കും ജിന്നുമ്മയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ പേടിയാണ്. ചിലർക്ക് ആകെ അങ്കലാപ്പ്. സമ്പന്നരെ മാത്രം ലക്ഷ്യമിട്ടായിരുന്നു ജിന്നുമ്മയുടെ പ്രവർത്തനം. ബാധയുണ്ടെന്നും ഒഴിപ്പിക്കണമെന്നും പറഞ്ഞ് ഭയപ്പെടുത്തൽ. ചിലപ്പോൾ മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന മോഹന വാഗ്ദാനം. എന്തായാലും തട്ടിപ്പിലൂടെ ഷെമീനയുടെ കയ്യിൽ വരുന്നത് ലക്ഷങ്ങളായിരുന്നു. സഹായികളായി സ്ത്രീകൾ അടങ്ങുന്ന സംഘമുണ്ട്. സമ്പന്നരെ ക്യാൻവാസ് ചെയ്യാൻ മാത്രമായി മറ്റൊരു സംഘവും പ്രവർത്തിച്ചിരുന്നു. ഉപ്പും കടുകും കർപ്പൂരവും ഏലസും തകിടുമെല്ലാമായി ഈ മന്ത്രവാദം. 13 വയസ്സുകാരി പാത്തൂട്ടി ദേഹത്ത് കൂടിയതായി ഭാവിച്ച് ഉറിഞ്ഞുതുള്ളും. ഓരോ അഭിനയത്തിന് ശേഷവും കയ്യിലെത്തുക തുക ഉപയോഗിക്കുന്നത് ആഡംബര ജീവിതത്തിനായിരുന്നു. കേരളത്തിൽ മാത്രമല്ല കർണാടകത്തിലും സജീവമാണ് ജിന്നുമ്മ. മുമ്പ് ഒരു ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റിലായെങ്കിലും ഷെമീന തട്ടിപ്പുകൾ അവസാനിപ്പിച്ചില്ല. അന്ന് ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ചില സ്ത്രീകളെ പിന്നീട് തന്റെ സഹായിയെ ഒപ്പം കൂട്ടുകയും ചെയ്തു ഈ യുവതി. അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസിൽ ഉദുമ നീത്തലെ മാങ്ങാട് കൂളിക്കുന്ന സ്വദേശിനി ഷെമീന എന്ന ജിന്നുമ്മ, ഭർത്താവ് ഉളിയത്തൊടുക്കാൻ നാഷണൽ നഗർ സ്വദേശി TM ഉബൈദ് എന്ന ഉവൈസി, സഹായികളായ പള്ളിക്കര കിക്കൻ മുക്കൂട് ജീലാനി നഗറിലെ അസ്നിഫ, മധുർ കൊല്യ ഹൗസിൽ ആയിഷ എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. 596 പവൻ സ്വർണം കൈക്കലാക്കാൻ വേണ്ടിയാണ് പ്രതികൾ അബ്ദുൽ ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. 2023 ഏപ്രിൽ 14-നാണ് അബ്ദുൽ ഗഫൂർ ഹാജിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവികമാണ് മരണമാണെന്ന് കരുതി കുടുംബം സംസ്കാര ചടങ്ങുകളും നടത്തി. എന്നാൽ വലിയ തോതിൽ സ്വർണം നഷ്ടമായെന്ന് കണ്ടെത്തിയതോടെയാണ് കുടുംബാംഗങ്ങൾക്ക് ഹാജിയുടെ മരണത്തിൽ സംശയം തോന്നിയതും പരാതി നൽകിയതും. ഗഫൂറിന്റെ വീട്ടിലുണ്ടായിരുന്ന 596 പവൻ തട്ടിയെടുക്കാനായിരുന്നു കൊലപാതകം നടത്തിയതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായി പ്രതികൾ അബ്ദുൽ ഗഫൂർ ഹാജിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് നേരത്തെ കുറച്ച് സ്വർണം വാങ്ങിയിരുന്നു. ഇത് തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതോടെ പണം ഇരട്ടിപ്പിച്ചു നൽകാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് പ്രതികൾ സംഭവ ദിവസം വീട്ടിലെത്തിയത്. തുടർന്നായിരുന്നു കൊലപാതകം. മാന്ത്രിക ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് ചില മരുന്നുകൾ ഗഫൂറിന് നൽകിയ ശേഷമായിരുന്നു കൊലപാതകം. വീട്ടിലെ അലമാരയിലായിരുന്നു സ്വർണം കവർന്നത്. പ്രതികൾ തട്ടിയെടുത്ത സ്വർണം കാസർഗോഡ് 5 ജ്വല്ലറികളിൽ വിറ്റെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കാസർഗോഡിന് പുറത്തും സ്വർണം വിറ്റുവെന്നാണ് പ്രതികളുടെ മൊഴി. ഇതോടെ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. സമാന രീതിയിൽ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഇവർ പങ്കാളികളായിട്ടുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വരികയാണ്. ഷെമീനയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തീരപ്രദേശത്ത് ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണം തട്ടിയെടുത്ത കേസിൽ 14 ദിവസം ഇവർ ജയിലിൽ കിടന്നിരുന്നു. അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ തട്ടിപ്പ് സംഘത്തിലുണ്ടായതെന്ന് പോലീസ് കണ്ടെത്തി. പലയിടങ്ങളിൽ നിന്നായി ധാരാളം പണം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഏലസ് ജപിച്ചു നൽകിയാൽ പോലും 50,000 രൂപയൊക്കെയാണ് ജിന്നുമായി കൈപ്പറ്റിയിരുന്നെന്നാണ് സൂചന. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.